കിടന്ന് വിളിക്കാണ്ടിരിക്കെ. നിങ്ങളൊന്നും ഇങ്ങോട്ടൊന്നും ഇതിനൊന്ന് പിടിക്കണുണ്ടോ? കുടിക്കണ്ടെങ്കിൽ കുടിക്കണ്ട, അവിടെ കിടന്ന് മോങ്ങ്. നിങ്ങൾ ഇതെന്തോന്ന് കുറെ കാപ്പിപ്പൊടിയും ഭസ്മവും മഞ്ഞപ്പൊടിയും കൊണ്ട് കാലത്തെ മുതൽ ഇരിക്കാൻ തുടങ്ങിയതാ. ഇതെന്തോന്നിന്റെ അസുഖം? അരിയസിന്റെ. നിനക്കൊന്നും മനസ്സിലാവില്ലടി കഴുത. ലക്ഷം വന്ന് മറിയുമ്പോഴായിരിക്കും നിന്റെ കണ്ണ് തള്ളി പുറത്തു വരണത്. Powder. No, go away. I'm not interested. Smack. No, please. Powder. You got powder? Yeah, powder. Heroin, brown sugar, white snuff. See, What price? 250 rupees. No, 80 rupees. Sir, I have 2 children. See, we will give 80 rupees. No, please. Last price, 100 rupees. 100 rupees. Then okay, give it. Thank you. Listen to that music. It's a good evening. Things are happening, aren't they? Hear the waves beating. വേറെ വല്ലതും വേണോ? ഒരു മുട്ടയും കൂടെ എടുത്തോ. Give back the money. What money? Give back our rupee, 100 rupee. You gave money, I gave powder. What powder? Original powder. This column, no tricks here. No money. Go. Excuse me, just wait, I'll come. Okay. Give back the money. What's the matter? Eh? This guy's a fraud. He sells chalk powder. എന്താണ് രാവിലെ കടകളിൽ കിടന്ന് ചീള് കേസുകള്? ഞാൻ ഇന്നലെ അവന്മാർക്ക് ഒരു കവർ കൊടുത്തങ്ങളെ, അത് മുഴുക്കെ വലിച്ചു കയറ്റി വെച്ച് ഇന്നിപ്പോ അവന്മാർ എന്റെ പുറത്ത് തരാൻ തുടങ്ങുക. Hey, you leave him. Get lost, you idiot! You have no business. I have some business. It's my restaurant. You leave him first. Leave him. Mind your business. Get out, bastard! Within 24 hours, you will have to leave this place or you will be killed. I'll give 24 hours to leave this place. Okay?
This is Kovalam, no tricks here. Go. കടലിൽ താക്കണ്ട. സായിപ്പേ, ചെറിയനാ. ഇറങ്ങി വേടാ ചുണയണ്ടല്ലേ. ഇവിടെ വന്ന് അവളാരണ്ടോ അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. എങ്ങോട്ട് പോണത്? സൂയിക്കാൻ തന്നെയല്ലേ വന്നത്. അടുത്ത സീസണിൽ നല്ല പയ്യന്മാരായിട്ട് വരി. ദിസ് ഈസ് കോവളം. അഭ്യാസം ഒന്നും വേണ്ട ഇവിടെ. ഓടാ. യുവർ ബോൺസ് വി ബ്രേക്ക്. കം ഓൺ ഡർട്ടി ഫെലോ. വാടാ, അടിക്കണേ അടിക്കാം. മര്യാദക്ക് ജീവിക്കാമെന്ന് വാക്ക് തരികയാണെങ്കിൽ എന്റെ സ്വന്തം റിസ്കിൽ ഒരു ഹട്ടെടുത്തെന്ന് താമസിപ്പിക്കാൻ വരണ. എങ്കിൽ കണ്ണാടി വഴിയും നിങ്ങളെയും തട്ടും. ഞാനൊരു ഷോയ്ക്ക് പറഞ്ഞല്ലേ. നിന്നെ പോലെ തെക്ക് വടക്കാരെന്ന് കടപ്പുറം എനിക്കല്ലാരടാ. നിന്റെ പ്രായത്തിൽ ഞാൻ അവനുള്ളപ്പോ കടലിൽ പോയി ദിവസവും 40-50 രൂപ ഉണ്ടാക്കിയവരാ ഞാൻ. അന്നത്തെ 50 വെച്ചാ ഇന്നത്തെ എത്രയാടാ? കണക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണ. എന്തോന്നിത്? പാതി രാത്രിയിൽ തന്തയും മോനും കൂടെ കുടിച്ചോണ്ട് വന്ന് കിടന്ന് ഇങ്ങോട്ടിരിക്കണം പിടിക്കലടാ നീ. വേണ്ട, ഇല്ലാവചനം പറയല്ലേ. നോക്ക്, പണമുണ്ടോ? നീ ഒരു നല്ല വെള്ള വെച്ച് വീക്കി തരും ഞാൻ. മണക്കുന്നില്ലേലേ, നീ കുടിക്കാത്തോണ്ടാ. കുടിച്ചിട്ടില്ലേ നീ പൊടി കയറ്റി കാണും, ഇല്ല ഗുളി അടിച്ചു കാണും. ബോധവും പൊക്കണോ ഇല്ലാതെ നിന്നോണ്ട് ലേശം കള്ളു മോന്തിയനെ എന്നെ ശാസന മേടിക്കും. അവനെ മാത്രമായിട്ട് പറയണ എന്തിന്? കഞ്ചാവും പൊടിയും കണ്ണി കണ്ടതും കച്ചവടവും ചെയ്ത് ചുമ്മാ കറങ്ങി നടക്കാനല്ലാതെ എന്തിനു കൊള്ളാമടാ നിന്നെയൊക്കെ. ഭൂമിയിലുള്ള സർവ്വ ഭാഷയും പറയും, സകല കൊള്ളരുതാഴിയും കാണിക്കും. ആ അരേന്റെ വടക്കയിലെ വിൽസനെ പോലെയോ ചെറുപൂണിക്കലെ ഗോപിയെ പോലെയോ 4-5 പയ്യന്മാരൊഴിച്ച് ബാക്കി എല്ലാവനും ഇന്നിവിടെ പോക്കാം, നീ ഉൾപ്പെടെ. ആ പറഞ്ഞു വിടറേ, പെറ്റവള് നീ തന്നെ. അപ്പൊ നീ തന്നെ പറഞ്ഞു വിടും. ഒരു പണിയും ചെയ്യാതെ എങ്ങനെയാണമ്മേ കഴിഞ്ഞ സീസണിൽ ഞാൻ 12,000 രൂപ ഉണ്ടാക്കിയത്? എന്നിട്ടതെവിടെ? ആ കാശ് കൊണ്ടല്ലോ ഈ വീട് ഓടി മേഞ്ഞത്, കാണുന്നില്ലേ? കാശാവുമ്പം വരും പോവും. 12,000 എന്നുള്ളത് ഇനിയൊരു സീസണിൽ ചിലപ്പോ 1 ലക്ഷമായിരിക്കും. കൊടി വ്യാപാരത്തിൽ 1 ലക്ഷം ലാഭം പോടാ. അമ്മ, സീസൺ ഒത്തു കിട്ടുകയും ലക്ക് അടിക്കുകയും കൂടെ ചെയ്താൽ ഈ വീട് ഓടല്ല പൊന്നുകൊണ്ട് മേയാനുള്ള കാശായിരിക്കും ചിലപ്പോ വന്നുപെടുന്നത്. അറിയാവോ, വല വലിച്ചേർന്ന രാജേന്ദ്രന്റെ നില എന്താ? വലിയ കാസി എങ്ങനെയാ കാസിയും കോൺട്രാക്ട് ആയത്? അങ്ങനെ ഇപ്പൊ നീ വലിയവനാകണ്ട, അങ്ങനത്തെ കാശും ഇവിടെ ആർക്കും വേണ്ട. നന്നായി പോയി, നന്നായി പോയി, നന്നായി പോയടി ചെല്ലമ്മേ. കൊടി വ്യാപാരം കൊണ്ട് 1 ലക്ഷം പ്രഭു. കാണിച്ചു തരുന്നതിന് കമ്മീഷൻ വേറെ, കച്ചവടം നടന്നാൽ അതിന്റെ കമ്മീഷൻ വേറെ. ചേട്ടാ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെയും പുറു പറയുന്നത് എന്തോ? പറയവാ, ഈ കയറ്റമെല്ലാം കേറിയിട്ട് അവിടെ ചെന്നിട്ട് 1-2 പറഞ്ഞ് തെറ്റി കച്ചവടം നടന്നില്ലേ നിങ്ങൾക്കിങ്ങി പോരാ. കണ്ണും കാണാതെ ഞാനവിടെ പെട്ടുപോയാലേ കറക്കവാ മോനെ. അതാ അതിന്റെ കമ്മീഷൻ വേറെ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ട് ഒരു തൊയ്യങ്ങ് വെച്ചിരുന്നു. ശരി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വീട് പോയി കയറട്ടെ. Get a servant to wash your linen, not me. Who the hell are you? What do you think you are? Not your servant. Slave. You are slave. My slave. Go and call your big mother slave. What do you want? പൗഡർ പൗഡർ. Yes. You got powder. Yeah. What powder? Brown sugar, original stuff. 250 rupees for cover. 1 gram. Good stuff. This fellow agent? Hey. Agent. Yeah. Send him. Ask this guy to go. ബാക്കിയുള്ളവന് വല്ലതും തരേണ്ടി വന്നാലോ ഒന്ന് മേടിച്ചാ ഗോ. Send him away. ഇത് പിടി. ദന്തര് കാണിച്ചു തന്നെ കമ്മീഷൻ. എന്റെ പട്ടിക്ക് നിന്റെ 10 ഉലുവ. ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന്റെയും കൂടെ കമ്മീഷൻ അറിഞ്ഞിട്ട് നമ്മളിന്ന് പിരിഞ്ഞാ മതി. അണ്ണന്റെ കൂന്ന് ചെല്ല് ചെല്ല്. ഇത് കൊടു. തൽക്കാലം ഇത് പിടി. നമ്മളൊന്ന് കൊത്തി നോക്കട്ടെ, ആദ്യം വല്ല നടക്കുന്നറിയട്ടെ.
ആക്ച്വലി ദിസ് കാര്യമൊക്കെ കാര്യം. സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാല് എല്ലാവരും ഞാൻ പോലീസിൽ പിടിപ്പിക്കും, പറഞ്ഞേക്കാം. ആ ദേ ബിസിനസ് ഐ കമ്മീഷൻ, നോ യു പോലീസ്, ബിഗ് കസ്റ്റഡി, ബിഗ്. Get lost, idiot. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. Can you supply in bulk? Bulk? യെസ്. I say in bulk. How much? അങ്ങേർക്ക് ഈ ചില്ലറ പോരാന്നാ പറയുന്നത്. എത്ര വരെ കൊടുക്കാന്ന് പറയാം. എത്ര പിന്നെ കൊടുക്കാന്ന് പറയണ? അങ്ങനെ കയറി പറഞ്ഞാല് ഏതായാലും പറ. How much? എനി മച്ച് ഇൻ ബൾക്ക്. In kilos. യാ You mean in kilos? യാ. Price 1 kilo, roughly 1.5 lakh Indian rupees. 5 kilo, 7.5 lakh. Can you supply in kilos? എന്തിനു പറയണത്? ഇവൻ എന്തിനു പറയണത്? കിലോയ്ക്ക് 1.5 ലക്ഷം രൂപ വരുമെന്ന്. കൊടുക്കാന്ന് പറയണ. എവിടെ ഇട്ട്? പറയണ, നോക്കാം നമുക്ക്. വി ഗീവ് യു ഇൻ കിലോസ്. How much? How much kilos can you supply? ഹൗ മച്ച് കിലോസ് യു വാണ്ട്? Get out. Both you guys. Get out from this place now. ബിസിനസ് ബൾക്ക്. Come to that beach. 5 o'clock. Evening. We talk. Okay? ഓക്കെ ഓക്കെ ഓക്കെ. And don't bring the other guy. Specky. Agent. No, 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 no. വാ. അല്ലടേ, സാഹിബിന്റെ കാശ് കാണും. കാണും. ഇല്ലല്ലോ, അവൻ ഇങ്ങനെ പറയൂ. ചുമ്മാ നമ്മളെ കളിപ്പിക്കാനാണല്ലോ. എങ്ങനെ? വെറുതെ 5 മണിക്ക് ബീച്ചിൽ വാ, കാലത്ത് 8 മണിക്ക് മറ്റേടത്ത് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചുറ്റിക്കാമല്ലോ. അങ്ങനെ അങ്ങ് ചെയ്യൂ. യവന്മാരുടെ കാര്യമല്ലേ, ഒന്നും പറയാനൊക്കില്ല. പിന്നെ 5 കിലോയ്ക്ക് 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞേച്ച് 5 കിലോ കൊണ്ടുവരാമെന്നോ മറ്റോ ചോദിച്ചാ നമ്മൾ എവിടെ നിന്നിട്ടുണ്ടാക്കും? നേര് തന്നല്ലോ അണ്ണ. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഹായ്. So, How many kilos you want? you're ready with stuff. Yeah. I need up to 5 kilos. Can you supply? We give 1 kilo. Agreed. If it is 1 kilo, no 1.5 lakh. I give you 1 lakh rupee plus 25,000 rupee. No, 1 kilo 1,50,000 you told. No bargain. I give you 1 lakh rupee plus 25,000 rupee. See, this business is... You supply bulk. I give you more rupee. Huh. Risk same. To carry both. Same for 1 kilo and 100 kilo. എന്തിനാ അവനിരുന്ന് ചെലപ്പെടുന്നത്? ഡേ, ഇപ്പൊ അവൻ പറയുന്നത് 1 കിലോ ആണെങ്കിൽ അവൻ 1.5 ലക്ഷം തരികയില്ല, 1.5 ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന്. സാധനം കൂടുതലുണ്ടെങ്കിൽ വിലയും കൂട്ടി തരാമെന്ന്. കാരണം 1 കിലോ ആയാലും 100 കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്നാ സാഹിബ് പറയുന്നത്. അവൻ പറയണത് കാര്യം തന്നെ. 1.25 1.25 കാശുണ്ടോന്ന് ചോദിച്ചു. Okay. When you want stuff? In 1 week. 7 days. We go after 1 week. All right. We give you powder in 1 week. But you got cash? Yeah. കാണണമെന്ന് പറയണ്ട.
We want to see What? your cash because we take money loan, interest, heavy interest. So ഈശോയെ ഡോളറാ. This come to 10 or 15 lakh Indian rupees. എടാ ഇവൻ തിമിംഗലമാടാ. അതെ അണ്ണാ. Hey, Merlin, come, let's go. Okay, guys, you've got 7 days. Yeah, we get you stuff in 1 week. Hmm.